السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى. صدق الله العلي العظيم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, മനുഷ്യൻ ആനന്ദങ്ങളുടെ അടിമയാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും ആഹ്ലാദിച്ച് മുന്നോട്ട് പോകാനാണ് മനുഷ്യന് താല്പര്യം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയം കരസ്ഥമാക്കുന്നത് പരലോക വിജയം കരസ്ഥമാക്കുമ്പോഴാണ്. സൃഷ്ടിപരമായി മനുഷ്യൻ തിന്മകളോടാണ് കൂറ് പുലർത്തുന്നത്. ഇന്നൻ നഫ്സല അമ്മാറത്തിൻ ബിസ്സൂ. നിശ്ചയമായും തിന്മകളെ പ്രണയിക്കുന്നവനാണ് മനുഷ്യൻ. ആത്മസംസ്കരണത്തിന്റെ വഴികളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നേയില്ല. എന്നാൽ അരുതായ്മകളുടെ പുതിയ മേച്ചിൻ പുറങ്ങളെ തേടുകയും ആത്മീയപരമായ വിശ്വാസങ്ങളിൽ അവൻ പിറകോട്ടടിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് വിജയമുള്ളത്. സലീമായ ഹൃദയത്തോടെ, സംശുദ്ധമായ ഹൃദയത്തോടെ ജീവിച്ചവർക്കാണ് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ വിളിച്ച് പറയുന്നുണ്ട്, അബ്ദീ ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ വമാ ത്വഹർത മൻളിരി സആ. ഓ മനുഷ്യാ, നീ എത്ര കാലമായി നിന്റെ ഭൗതിക ശരീരം തേച്ച് മിനുക്കി കൊണ്ട് നടക്കുന്നു. നീ കല്യാണങ്ങൾക്കും മറ്റു സൽക്കാരങ്ങൾക്കും പോകുമ്പോൾ നിന്റെ മുടിയും താടിയും വസ്ത്രമെല്ലാം നീ വൃത്തിയാക്കുന്നു. നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാകുന്ന അല്ലാഹ് അവൻ നോക്കുന്നൊരു ഇടമുണ്ടേ. ആ കൽബന്തേ നീ ഒരു തവണ പോലും ശുദ്ധിയാക്കാൻ ശ്രമിക്കാത്തത്? തീർച്ചയായും റബ്ബിന്റെ നോട്ടം മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലേക്കും അവന്റെ വേഷവിധാനത്തിലേക്കും അവന്റെ സൗന്ദര്യത്തിലേക്കും പടച്ചറബ് നോക്കുന്നില്ല. മറിച്ച് അവൻ നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. അതല്ലേ ഹബീബ് ആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടമുള്ളത്.
ആ ഹൃദയം നന്നായാൽ മനുഷ്യന്റെ മുഴുവൻ ശരീരവും നന്നായി. അതല്ലേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞത്, ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. അതേ മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡമെങ്ങാനും ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണമെങ്ങാനും നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. എന്നാൽ വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണമെങ്ങാനും കേടുവന്നാൽ, മോശമായാൽ മനുഷ്യന്റെ മുഴുവൻ ശരീരവും മോശമായി. ഓ സ്വഹാബാ, അത് മനുഷ്യന്റെ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മഹാരഥന്മാരും അവരുടെ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടാണ് ജീവിച്ചത്. ആത്മസംസ്കരണം നടത്തി ഹൃദയശുദ്ധി കൈവരിച്ചവരാണ് വിജയിച്ചവർ. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം പ്രഖ്യാപിച്ചത്. ഖദ് അഫ്ലഹ മൻ തസക്ക. ആത്മസംസ്കരണം നടത്തിയവരാണ് വിജയിച്ചത്. മഹാന്മാരെല്ലാം മഹാന്മാരായത്, ഔലിയാക്കളെല്ലാം വിലായത്തിന്റെ പദവി എത്തിപ്പിടിച്ചത് എല്ലാവരും ഹൃദയം സ്ഫുടം ചെയ്തപ്പോഴാണ്. അറിയില്ലേ, ഇബ്നു സിംർ റളിയല്ലാഹു അൻഹു തങ്ങള് ആത്മീയപരമായി വലിയ തലയെടുപ്പുള്ള മഹാനാ. അവിടുന്ന് 60 വയസ്സാകുമ്പോൾ ഒറ്റക്കിരുന്നിങ്ങനെ ചിന്തിക്കുന്നു, റബ്ബേ, ഞാൻ 60 വർഷം ജീവിച്ചു. ഈ 60 വർഷത്തിൽ 21,800 ദിവസങ്ങൾ എൻ്റെ അടുക്കൽ നിന്നും കഴിഞ്ഞുപോയി. ഈ 21,800 ദിവസത്തിൽ ഒരു ദിവസം ഒരു വീതം തെറ്റ് ചെയ്ത് ഞാൻ ജീവിച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 21,800-ലധികം തെറ്റ് ചെയ്ത പാപിയാകുമല്ലോ എന്നിങ്ങനെ വിലപിച്ച് കരഞ്ഞ് ബോധക്ഷയനാകുന്നു. അവരെല്ലാം ജീവിച്ചത്, അവരെല്ലാം വളർന്നു പോന്നത്, അവരെല്ലാം അവരുടെ പദവിയിലെത്തിപ്പിടിച്ചത് അവരുടെ ഹൃദയം സ്ഫുടം ചെയ്തപ്പോഴാ. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് മറ്റ് തിന്മകളിലേക്കൊന്നും ചിന്തിക്കാതെ നാം ചെയ്ത തെറ്റുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.